വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥത ലഭിച്ച ഒരു വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒത്തിരി മക്കൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, കൃതജ്ഞതകൾ വന്ന് വീഴുന്നുണ്ട്. എന്നാൽ കൃതജ്ഞതകളൊന്നും ഞാൻ വായിക്കുന്നില്ല. പക്ഷെ ഈ ഒരു കൃതജ്ഞത ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭയം തേടുന്ന മക്കളെല്ലാം കേട്ടിരിക്കേണ്ട ഒരു കൃതജ്ഞതയാണ്. ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ള ഒരു മകൾക്ക് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. വർഷങ്ങളായി അച്ഛന്മാർക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുനിത എന്ന് പറയുന്ന ഒരു അക്രൈസ്തവയായ മകൾക്ക് ലഭിച്ച സൗഖ്യം. 6 മാസങ്ങൾക്ക് മുമ്പ് അവൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. അടിയന്തരമായി യൂട്രസ് എടുത്തു കളയണം, അത് തുടർ ചികിത്സകൾ നടത്തണം. അങ്ങനെ ആശുപത്രിയിൽ ചെല്ലുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു. വളരെ ഗൗരവകരമായി ക്യാൻസർ പടർന്നു കഴിഞ്ഞു. ഓപ്പറേഷന് വിധേയമാക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നു, മയക്കുന്നു. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യാതെ പുറത്തേക്ക് ഇറക്കുന്നു, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്നു. എല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ മകളും പ്രാർത്ഥിക്കുന്നുണ്ട്. അക്രൈസ്തവയാണെങ്കിലും ഈ മകളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, അച്ചോ, വിശുദ്ധ അന്തോണീസ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. എന്റെ ജീവിതം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭയം തേടുന്ന മക്കൾക്ക് ഒരു വലിയ സാക്ഷ്യമായി മാറും. ഒരു അക്രൈസ്തവമായ മകളുടെ വാക്കാണ്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് വല്ലാർപാടത്തമ്മയുടെ രൂപമാണ്. വല്ലാർപാടത്തമ്മയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. അതിനിടയിൽ മീനാക്ഷി എന്ന് പറയുന്ന ഒരു അക്രൈസ്തവയായ മകളുടെ ഫോട്ടോ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മാതാവിലൂടെ ലഭിച്ചൊരു വലിയ അനുഗ്രഹമാണ് മീനാക്ഷി അമ്മയുടെ സാക്ഷി. ബുധൻ എൻ്റെ മനസ്സിൽ വന്നു. തീർച്ചയായും കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും സുനിത എന്ന മകളുടെ ചിത്രവും വരയ്ക്കേണ്ടി വരും. അത്ര വലിയ വിശ്വാസത്തോടു കൂടിയാണ് അവൾ പറയുന്നത്. കാരണം അവളുടെ പ്രാർത്ഥന അങ്ങനെയാ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഭയം തേടുന്ന ക്രൈസ്തവരായ മക്കൾ ആരെങ്കിലും ഈ മകൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവളുടെ പ്രാർത്ഥന. ഇന്ന് രാവിലെ ഞാൻ ഫോൺ ചെയ്ത് കൊച്ചനെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് ഒരു പേപ്പർ എടുത്ത് അവളുടെ പ്രാർത്ഥന ഒന്ന് നോട്ട് ചെയ്തു. ഒരു ദിവസം 7 ജപമാല ആ മകള് ചൊല്ലുന്നുണ്ട്. പള്ളിയിൽ ജോലി ചെയ്യുന്നു, വൈകിട്ട് വേറെ വീട്ടിൽ പോയി ജോലിക്കാണ്. തിരക്കിനിടയിലും 7 ജപമാല ചൊല്ലുന്നുണ്ട്. അച്ഛന്മാർക്ക് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജപമാല കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 10 കല്ലെടുത്ത് വെച്ചിരിക്കുക, ഓരോ നന്മ നിറഞ്ഞുറയും ചെല്ലോ മാറ്റാൻ വേണ്ടി. ഒരു വർഷം 99 കുരിശിന്റെ വഴി ചൊല്ലി ഈ മകൾ പ്രാർത്ഥിക്കുന്നു. അതിങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. കുരിശിന്റെ വഴി ഒരു 33 ദിവസം അടുപ്പിച്ച് ചെല്ലും. പിന്നീട് കുറച്ചാൾ ചെല്ലൂല, പിന്നെ ഒരു 33 ചെല്ലും. അങ്ങനെ 3 വട്ടം കുരിശിന്റെ വഴി ചെല്ലുന്നു. ഒരു വർഷം 99 കുരിശിന്റെ വഴി ചൊല്ലി ഈ മകൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം ഡെയിലി 33 പ്രാവശ്യം ഉരുവിടുന്നു. എല്ലാ ദിവസവും ചെല്ലുന്ന കാര്യമാണ് ഈ പറയുന്നത്. സങ്കീർത്തനം 91 ഒരു ദിവസം 33 പ്രാവശ്യം ഉരുവിടും. അതുപോലെ തുടർച്ചയായിട്ട് 33 ദിവസം ചൊല്ലിയിട്ട് ആ പ്രാർത്ഥന നിർത്തും. 91 സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ ഈ മകൾ ചെല്ലുന്നത് ആ 33 ദിവസം കഴിയുമ്പോൾ പിന്നെ സങ്കീർത്തനം മാറ്റി പിടിക്കും. 121 സങ്കീർത്തനം ഒരു ദിവസം 33 പ്രാവശ്യം ചൊല്ലും. അങ്ങനെ 33 ദിവസം എന്നും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയെ പങ്കെടുത്തിരുന്നു. വികാരുണ്യം സ്വീകരിക്കാൻ പറ്റില്ല, അക്രൈസ്തവയല്ലേ, ആരും കാണാതെ ഒരു സൈഡിലിരുന്ന് പരിശുദ്ധ കുർബാന പങ്കെടുക്കും. ചൊവ്വാഴ്ച തിരക്കാണെങ്കിൽ രാവിലെ അച്ഛന്മാർക്ക് ഭക്ഷണം. പരിശുദ്ധ കുർബാനയെ പങ്കെടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നു. എന്നും ഈ മകൾ വചനം വായിക്കും. വചനം വായിക്കുക മാത്രമല്ല, അതിൽ നിന്ന് ഒരു വചനം എടുത്ത് ആ വചനം 33 പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കും. ഈ മകൾ ഇത്ര വലിയ രോഗബാധിതയായി ഒട്ടും ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയാൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്നാൽ ഇവൾക്കറിയാം സൗഖ്യം കിട്ടുമെന്ന്. ഈ മകള് പറയുകയാണ്, അച്ചോ, എന്നെ സ്കാനിങ്ങിന് കയറ്റുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൾ പറഞ്ഞു, ഡോക്ടേഴ്സ് പറയുന്നു സൗഖ്യം കിട്ടിയെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു MRI സ്കാനിങ് എടുത്താൽ കൃത്യമായിട്ട് അറിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താം. ഈ മകള് MRI സ്കാനിങ്ങിന് വിധേയമായി. MRI സ്കാനിങ്ങിന് വിധേയമാകുമ്പോൾ അവൾ പറയുന്നത്, ഞാൻ വചന ജപമാല ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
എത്ര പേര് വചനജപമാല ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈ ജൂബിലി വർഷം വിശുദ്ധ അന്തോണീസ് നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനാ രീതിയാണ് വചനജപമാല. 1,00,000 വചനജപമാലയുടെ പുസ്തകമാണ് ഇവിടുന്ന് വിതരണം ചെയ്തത് സൗജന്യമായി. ഈ മകള് വചനജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വചനം ഉരുവിട്ട സൗഖ്യം കിട്ടാതിരിക്കോ? MRI സ്കാനിങ്ങിന്റെ റിസൾട്ട് 2 ദിവസം പുറത്തു വന്നു. യാതൊരു കുഴപ്പവുമില്ല. ഈ ഓപ്പറേഷന് വിധേയമാകണ്ട, എന്ത് ജോലിക്കും പോകാം, ക്യാൻസർ സംബന്ധമായ ഒന്നുമില്ല, യൂട്രസ് പോലും എടുത്തു കളയണ്ട എന്നുള്ളതായിരുന്നു അവരുടെ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഇന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തണം. അവൾ പറഞ്ഞു ഞാനും എൻ്റെ മക്കളും 3 മക്കളാണ്, ഞങ്ങൾ വന്ന് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തും. പക്ഷെ ഇന്ന് സാക്ഷ്യപ്പെടുത്തി എത്താൻ പറ്റിയില്ല. കാരണം ഇത്രയും നല്ല സാക്ഷ്യങ്ങൾ അൾത്താരയിലോട്ട് എത്താൻ ഇത്തിരി പ്രയാസമുണ്ട്. ഇന്നലെ അവളുടെ മൂത്ത മകൾക്ക് ചിക്കൻ ബോക്സ് വെടിവെട്ടു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. വിശുദ്ധ അന്തോണീസിന്റെ വലിയ ഒരു ഇടപെടലിലൂടെ ആ മകൾക്ക് പരിപൂർണമായ സൗഖ്യം കിട്ടിയിരിക്കുകയാണ്. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ, എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. എത്ര വലിയ അനുഗ്രഹമാണ് ഈ ജൂബിലി വർഷം വിശുദ്ധ അന്തോണീസ് നമുക്കായി നൽകിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. ജൂബിലി ആഘോഷിച്ചത് നിർധനരായ മക്കൾക്ക് ഭവനം പണിതു കൊടുത്തുകൊണ്ടാ. വലിയൊരു കടബാധിത തീർത്ഥാടന കേന്ദ്രത്തിനുണ്ട് പാതുവ നഗറിന്റെ. എന്നിട്ട് പോലും 25 പേർക്കെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചില്ലേ? വിശുദ്ധ അന്തോണീസ് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇനിയും നിരവധി അനുഗ്രഹങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ സുനിത എന്ന അക്രൈസ്തവയായ മകളുടെ വിശ്വാസത്തെ പോലെ നമ്മുടെ വിശ്വാസം വളരട്ടെ. മുട്ടുമടക്കി ദിവികാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് ഒരുങ്ങാം.